ആര്യൻ ഇറങ്ങിയ ശേഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആഹാ, എന്താ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, സത്യത്തിൽ പിന്നെ അനുമോൾ പുറത്തിറങ്ങിയതിന് ശേഷം ആര്യനെതിരെ പരാതി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ പറഞ്ഞത് ഒരു വൾഗർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരുത്തനെ ആഗ്രഹിക്കുന്നു, അവനെ കിട്ടിയിട്ടില്ല എങ്കിൽ അവനെ കൊല്ലാൻ ആ ലെവലാണ്, ആ ഒരു ഫോമാണ് അനുമോൾ അവിടെ കാണിച്ചതെന്നാണ് പറയണേ. അതായത് അനുമോൾക്ക് ക്രഷ് ഉണ്ടായിരുന്നു ആര്യൻ്റെ അടുത്ത്, ആര്യനെ കിട്ടാതെ വന്നപ്പോൾ അതിനെതിരെ നടത്തിയ ഇതാണെന്നാണ് പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം അനുമോളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇപ്പം ഇന്നലെ തന്നെ ഫുഡിൻ്റെ കേസ് പറയുന്നത് കൊണ്ട് അത് കുറേ ജെനുവിൻ ആയതുകൊണ്ടാണ്. സാധാരണ ഈ കിളിച്ച് കൊഞ്ചി പറയുന്ന പെണ്ണ് അത് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചു തന്നിരുന്നു. അതിൻ്റെ കാരണം അവൾ ചില കാര്യങ്ങളിൽ വളരെ കൺസേൺ ആണ്. ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ, ചില നിയമവശങ്ങളുണ്ട്. അവിടെ റേഷൻ കൊടുക്കുന്നു, അതിനനുസരിച്ച് നിൽക്കുക, അതുപോലെ മേക്കപ്പ് ഇടാൻ പാടില്ല, അത്തരം സാധനങ്ങൾക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്, ബാക്കിയുള്ളവർ ചെയ്യുന്നില്ലെങ്കിൽ അവരും ചെയ്യണ്ട എന്നുള്ള രീതി. അതിൻ്റെ പിന്നിലാണ് അവൾ ജിസേലിൻ്റെ പുറകെ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ജിസേലും ആര്യനും കൂടെ ചേർന്ന് കാണിച്ച പോക്കൃത്തരം അത് അവൾ കണ്ടിട്ടുണ്ട്. അവളെ കാണിക്കാനാണെങ്കിൽ പോലും അവരത് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. അതിനകത്ത് ജിസേലിനും ആര്യനും തപ്പിപ്പറക്കലുണ്ടെങ്കിലും അനുമോൾക്ക് അതിൽ നിന്ന് മാറി നിൽപ്പില്ല, കൃത്യമായി പറഞ്ഞു. പിന്നെ ലേറ്റർ ഓൺ വാർഡ്സ് ഈ ബിഗ് ബോസ് തന്നെ അത് പബ്ലിക്കിൽ കൊണ്ടുവന്ന് തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ അത് കറക്റ്റ് തന്നെയാണ്. പിന്നെ ഇവൻ പറയണത് എന്താണ്, ആ പെണ്ണിന് അവനോടൊരു ക്രഷ് തോന്നി, കിട്ടാത്തന്നെ തിരിച്ചായിരിക്കാൻ ചാൻസ് ഉണ്ട്. അതിപ്പം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അനുമോളുടെ അടുത്ത് നെവിന് താല്പര്യം ഉണ്ടായിരുന്നു, അനീഷിത്തപ്പ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഷാനവാസ് മാത്രമേ ഒരു സിസ്റ്റർ കൺസേൺ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും അക്ബർ പിന്നെ ആ ഏരിയയിൽ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് ആദ്യമേ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോട്ടം ഉണ്ടായിരുന്നു എന്നാണല്ലോ അർത്ഥം. അതിന്റെ കാമക്കടു വേണമല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും എനിക്ക് പറയാനില്ല. ഏകദേശം ഈ നരമ്പന്മാർക്കൊക്കെ കിട്ടാക്കനിക്ക് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇവന് കിട്ടിയ അക്സെപ്റ്റൻസ്, പുറത്തേക്ക് വരുമ്പോൾ ഉള്ള ഒരു വെൽക്കമിങ് ഒക്കെ സത്യം ഈ ഇന്റർവ്യൂവിന് ശേഷമായിരുന്നെങ്കിൽ അടിയും കിട്ടുമായിരുന്നു. ഇന്റർവ്യൂ പിന്നീടായിരിക്കും ടെലികാസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട ജന്തുവായിരുന്നു. അവൻ്റെ ഉള്ളിൽ ഇത്രത്തോളം കീടുണ്ടായിരുന്നു എന്നാണ്. ഇന്നലെ ആര്യൻ്റെ ഇന്റർവ്യൂ നിങ്ങളെല്ലാം പോയി കാണാം. ബിഗ് ബോസ് അവർ തന്നെ ടെലികാസ്റ്റ് ചെയ്ത ഒരു സംഗതിയുണ്ട്, അത് പോയി കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. ഒരു കാര്യവും വിട്ടു പറയുന്നില്ല. എല്ലാം അനുമോളുടെ തലയിൽ കൊണ്ടുപോയി. അനുമോളിന് PR ഉണ്ട്, അനുമോളുടെ വാട്ട് ഈസ് ദ ഇഷ്യൂ? നിങ്ങളെല്ലാവരും ചേർന്നൊരു പ്രോഗ്രാമിൽ പോകുന്നു, അതിനകത്ത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് വിന്നറാകാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കണ്ടസ്റ്റൻസ് അവർ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നതല്ലേ ഒരു സത്യം ഒരു അല്പമെങ്കിലും മനസാക്ഷിയുള്ളവരെന്ത് ചെയ്യും? ശരി ആയിക്കോട്ടെ, നമുക്കില്ല, അവർക്കെങ്കിലും കിട്ടട്ടെ എന്നല്ലേ ചിന്തിക്കുള്ളൂ. ഇതിന് പകരം ഇറങ്ങിയവർക്കെല്ലാം തന്നെ അനുമോളാണ് ശത്രു. അതെനിക്ക് മനസ്സിലാകുന്നില്ല. അവളുടെ എബിലിറ്റിയും അവൾക്ക് അത്രത്തോളം കപ്പാസിറ്റി ഉള്ളതുകൊണ്ടല്ലേ അവളവിടെ തുടർന്ന് പോകുന്നത്. അത് കണ്ടിട്ട് അതിനെതിരെ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ യുവമാർക്കൊക്കെ എന്തിൻ്റെ സോക്കേടാണെന്ന്. ഇറങ്ങിയ ഓരോരുത്തരും, അപ്പാനി ശരത്ത് തൊട്ട് ശൈത്യ തുടങ്ങി അവിടുന്ന് പോയ എല്ലാവർക്കും അനുമോളാണ് ശത്രു. നിങ്ങളുടെ കൈ ഇരിപ്പ് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയത്. അതിനെ പിന്നെ അനുമോളെ പറഞ്ഞ എന്ത് കാര്യം? അത് ഇവൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഓർത്ത് നോക്കിയാണ്, ഈ നരമ്പനെ കിട്ടാത്തതിന്റെ കുഴപ്പമാണെന്ന്. എടാ, മീശയും മേടിച്ച് പഞ്ചാര കുട്ടപ്പനായിട്ട് നടന്ന കേരളത്തിലെ പെണ്ണുങ്ങളെ കിട്ടുമെന്നാണ് അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കഷ്ടം തന്നെ, ഒന്നും പറയാനില്ല. ഇതിനേക്കാൾ നല്ല ചുള്ളന്മാരൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അവരെ വേണ്ടാന്ന് തള്ളിയിട്ട് നിന്ന പെണ്ണിൻ്റെ അടുത്താണ് ഈ വർത്തമാനം പറയുന്നത്. ഇതാണ് യുവമാർക്കൊണ്ട് സാധിക്കാത്ത വരുമ്പം ഈ വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു ടേമില്ലേ, അതാണ്. ഇവന്റെ അമ്മ അവിടെ വന്ന് കാണിച്ച മുഴുക്ക നാടകമാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? നല്ല പോലെ വളർത്തു ദോഷമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇവൻ ആ പെണ്ണുങ്ങൾക്കിടയിൽ കിടന്ന് കളിച്ചത്. ഇപ്പം അനുമോള് മാത്രമാണ്. ഇനി വീട്ടിൽ പോയിരുന്നു നോക്കുമോനെ, നിന്നെ പറ്റി നൂറ പറഞ്ഞ എന്താണെന്ന്, നൂറയ്ക്ക് എന്താ പറയണ്ടായിരുന്നെന്ന് കേട്ടു നോക്ക്. അപ്പം ഈ വൃത്തികെട്ടവനെ പറ്റി എല്ലാ പെണ്ണുങ്ങൾക്കും ഒരേ അഭിപ്രായമാണെന്നല്ല. അതിൽ നിന്നെ അടിക്കാതെ വിട്ടത് ആ ഷോ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൾ അടി തന്നിട്ടുണ്ടാവും. ഏതായാലും പുറത്തിറങ്ങുമ്പോൾ നിനക്ക് അവൾ തരും, അത് ഉറപ്പിച്ച കാര്യമാണ്. കാരണം അത് ഭയങ്കര പൊസസീവായ പെണ്ണാണ് ആദില. അവിടെ എല്ലാവർക്കും ഈ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് പലരും ഇത് സഹിക്കുകയാണ് ചെയ്തത്. ആ പെണ്ണുങ്ങളുടെ കാല് വന്ന് ചൊറിയുക, ഇക്കിളാക്കുക, ഇത്യാദി കുത്സിതങ്ങളൊക്കെ ചെയ്യാൻ നിനക്കാര് പെർമിഷൻ തന്നിരിക്കുന്നത്? ഇവൻ ചെയ്ത മുഴുക്ക ഞാൻ പറഞ്ഞാൽ കൂടിപ്പോൾ അമ്മാതിരി സാധനം ചെയ്തിട്ട് നേരം പുറത്തു പോയ ഉടനെ അനുമോളാണ് കുഴപ്പമൊന്നും. അനുമോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അനുമോൾക്ക് കിട്ടാതെ വന്നപ്പോൾ അനുമോൾ തീർക്കുക എന്നുള്ളത് എത്ര റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. അനുമോളുടെ കുടുംബക്കാർ ശരിക്കും കാര്യമായിട്ട് എടുത്തിട്ട് പെറ്റീഷൻ കൊടുക്കണം. കാരണം അമ്മാതിരി ഒരു പെണ്ണിനെ ഡീഗ്രേഡ് ചെയ്യാനൊന്നും ആർക്കും പെർമിഷനൊന്നും കൊടുത്തിട്ടില്ല. വാലിച്ചിട്ട് ചവിട്ടാണ് വേണ്ടത് തന്നെ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.